ഹായ് എവരി വൺ. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മെയിൻ പെരിഫറൽസാണിവ. എം ചോസിൻ്റെ K7 അൾട്രാ മൈസ്, എം ചോസിൻ്റെ തന്നെ A68 GT കീബോർഡ്. ഈ രണ്ട് പെരിഫറൽസിൻ്റെയും അൺബോക്സിംഗ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ അവയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ ഒരു റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ഫലപ്രദമായി അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ആദ്യ സംരംഭമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ക്രിറ്റിസിസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എം ചോസിൻ്റെ K7 അൾട്രാ മൈസ് റൈസറിൻ്റെ വൈപ്പർ V3 പ്രോയുടെ ഒരു ഷെയിംലെസ് ക്ലോൺ ആണെന്ന് തന്നെ പറയാം. സത്യത്തിൽ വൈപ്പർ V3യുടെ എല്ലാ ഫീച്ചേഴ്സും ഒരു ഡിസൈൻ വൈസ് ഇതിനുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം, പക്ഷേ ദ മെയിൻ ബോഡി ഷേപ്പ് അത് വൈപ്പറിൻ്റേതാണ്. എന്നിരുന്നാലും തങ്ങളുടേതായ രീതിയിൽ എം ചോസ് ഇതിനെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ABS പ്ലാസ്റ്റിക് ബോഡി മൈസ് ആണെങ്കിൽ പോലും ഒരു പ്രീമിയം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല മനോഹരമായ കോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സ്ക്രോൾ വീലിലും സൈഡ് ബട്ടണിലും ഒക്കെയുള്ള ഈ ഗോൾഡ് പ്ലേറ്റിംഗ്, അവരുടെ തന്നെ ലോഗോ ഗോൾഡിൽ ചെയ്ത്, ഇതെല്ലാം അതിമനോഹരമായിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അയൺ റെഡ് കളർ ഇഷ്ടപ്പെടില്ലെങ്കിൽ, എല്ലാവർക്കും ഈ കളർ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് കൂടാതെ ബ്ലാക്ക്, വൈറ്റ് ഗോൾഡ്, റോസ് റെഡ്, അതുപോലെ വൈറ്റ് സിൽവർ വേർഷൻ ഇപ്പോൾ എം ചോസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാനില്ല. എനിക്ക് തോന്നുന്നു അത് ഡിസ്കണ്ടിന്യൂഡ് ആണെന്ന്. വൈപ്പർ V3യുടെ ഒരു ക്ലോൺ ആണെങ്കിലും ഇതിൻ്റെ ഇൻറ്റേർണലൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് മൗസിൻ്റേത് തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിക്സാർട്ടിൻ്റെ POW 3950 സെൻസറാണ്. അതുപോലെ ഇതിൻ്റെ MCU ആണെങ്കിൽ റിയൽ ടെക്കിൻ്റെ ചിപ്സെറ്റാണ്. 8K വരെയുള്ള പോളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. സ്വിച്ചുകൾ ഒമ്രോൺ മെക്കാനിക്കൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ പ്രശ്നമാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതുപോലെ 42,000 DPI വരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവർ നേരിട്ട് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. വെബ് ഡ്രൈവറാണുള്ളത്. എം ചോസിൻ്റെ വെബ് ഡ്രൈവർ ആവട്ടെ മറ്റുള്ള ചൈനീസ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് വളരെ ബെറ്ററാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് ദാറ്റ് പേഴ്സണൽ ചോയ്സ്. ആൾസോ ബാറ്ററി ബാക്കപ്പ്, ഈവൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് റിയൽ ടെക്കിൻ്റെ ചിപ്സെറ്റ് ആണെങ്കിലും നോർഡിക് ചിപ്സെറ്റ് ആണ്, നോർഡിക്കിൻ്റെ MCU ആണ് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പിനൊക്കെ ബെറ്റർ. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 500 mAh ബാറ്ററിയാണ്. ആ ബാറ്ററി അതിമനോഹരമായിട്ട് തന്നെ, അതിഗംഭീരമായിട്ട് തന്നെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇതുവരെ കുറച്ച് നാളുകളായിട്ട് തന്നെ പറയാം, ഞാനിത് ചാർജ് ചെയ്തിട്ട് ഇപ്പോഴും 70% ബാറ്ററി ബാക്കപ്പ് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിങ്ങൾ കൂടുതലും ഈ 8K പോളിംഗ് റേറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാറ്ററി ബാക്കപ്പ് മിക്കപ്പോഴും പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി വിത്ത് റിയൽ ടെക് ചിപ്സെറ്റ്. അതുപോലെ ഈ മൗസിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 59 ഗ്രാമാണ്. ഞാൻ കൂടുതലും ലൈറ്റ് വെയ്റ്റ് മൗസുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈവൻ എൻ്റെ കൈ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും എന്താ പറയുക, ലാർജ് മൗസുകളാണ് എൻ്റെ ഹാൻഡിനും അതുപോലെ തന്നെ എൻ്റെ ക്ലോ ഗ്രിപ്പിനും അനുയോജ്യം. എന്നിരുന്നാലും എൻ്റെ ഫേവറേറ്റ് മൗസുകൾ എന്നൊക്കെ പറയുന്ന WL മൗസിൻ്റെ ബീസ്റ്റ് X Max അതുപോലുള്ള മൗസുകളൊക്കെ 42 ഗ്രാം വരെയൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ. ഇത് 59 ഗ്രാം ഉണ്ട്. വളരെ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും സം പീപ്പിൾ മേ പ്രിഫർ മോർ ലൈറ്റ് വെയിറ്റ് വൺ. അതുപോലെ ഈ മൗസ് കുറച്ചുകൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ലാർജ് ഹാൻഡായ വ്യക്തികൾക്കും അതുപോലെ മീഡിയം ടു ലാർജ് ഹാൻഡ് സൈസ് ഉള്ളവർക്കുമായിരിക്കും അനുയോജ്യമായിരിക്കുക. കാരണം 127.3 mm ലെങ്ത് ഉണ്ട്. അതുപോലെ 63.8 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത്. അതൊക്കെ കുറച്ചുകൂടി വലിയ ഹാൻഡ് ഉള്ളവർക്കായിരിക്കും അനുയോജ്യം എന്ന് ഞാൻ കരുതുന്നു.
അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രിപ്പും ഒരു വലിയ ഫാക്ടറാണ്. ക്ലോ ഗ്രിപ്പ് ഉള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു മൗസാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ബിൽഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിൽ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതിന് അമർത്തുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സൗണ്ട് മാത്രമേ ഉണ്ടാവുന്നു. ക്രീക്കിംഗ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രീക്കിംഗ് എനിക്ക് അനുഭവപ്പെടുന്നേയില്ല. ചില മൗസുകളൊക്കെ ഭയങ്കര വലിയ സൗണ്ട് ഉണ്ടാക്കും ഇതുപോലെ നമ്മൾ പിടിച്ച് അമർത്തുമ്പോൾ. ഇവിടെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കോട്ടിങ് വളരെ മികച്ചതാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഗ്രിപ്പ് ടേപ്പ് കിട്ടുന്നുണ്ട്. ആ ഗ്രിപ്പ് ടേപ്പ് ഞാൻ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു വലിയ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഗ്രിപ്പ് ടേപ്പിൻ്റെ ഒരു ആവശ്യം എനിക്കിതിൽ തോന്നിയിട്ടില്ല. വളരെ നല്ല കോട്ടിംഗ് ആണ്. അടിവശം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു DPI ബട്ടൺ കാണാം. ഇതിൽ നമുക്ക് DPI അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ട്രൈ മോഡ് കണക്ടിവിറ്റി ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്വിച്ചാണിത്. 2.4 GHz നമുക്ക് ഒപ്പമുള്ള ഡോങ്കിൾ, അതിനെക്കുറിച്ച് ഞാൻ താമസിയാതെ പറയുന്നതാണ്. അതുകൂടാതെ USB അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. പിന്നെ ഇതിൻ്റെ സ്കേറ്റ് ഒരു വ്യത്യസ്തമായ ആകൃതിയിലുള്ളതാണ്. അതിൻ്റെ കാരണവും ഈ പറഞ്ഞതുപോലെ ഡോക്കാണ്. ഈ മൗസിനോടൊപ്പം വന്നിരിക്കുന്നത് ഈ ഒരു ഡോക്കാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു മാഗ്നറ്റിക് ഡോക്കാണ്. മാഗ്നറ്റിക് ഡോക്കുള്ള മൗസുകൾ ഇത് ആദ്യത്തെ ഒന്നുമല്ല. ധാരാളം മൗസുകൾ മുമ്പ് മാഗ്നറ്റിക് ഡോക്കുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ അവയിലെല്ലാം ഒരു 3 പിൻ കണക്ടിവിറ്റി ഉണ്ടാവും. നമ്മളിത് ആ കണക്ടിവിറ്റിയുടെ ആണ് നമ്മളിത് വെക്കുക. അങ്ങനെയാണ് ചാർജ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇത് ഫ്ലാറ്റ് പ്രതലമാണ്. അങ്ങനെ യാതൊരു ഇതുമില്ല. ഇത് എംജോസിന്റെ തന്നെ ഒരു മാഗ്ഡോക്ക് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്. എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം യാതൊരു വേറെ കണക്ടിവിറ്റി ഇല്ല. നമുക്ക് വളരെ സിമ്പിളായി ഇതുപോലെ വെച്ച് ചാർജ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. അതുകൂടാതെ ഈ ഡോക്കിൽ തന്നെയാണ് ഇതിൻ്റെ 8K റിസീവർ ഉള്ളത്. കൂടാതെ ഒരു 1K റിസീവർ നമുക്ക് വേറെ ഇതിനോടൊപ്പം കിട്ടും. 1K ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ 8K റിസീവറിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എനിക്ക് ആകെ ഒരു വലിയ വിഷമം തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ USB-C കേബിളാണ്. USB കേബിൾ വളരെ മോശമാണ്. ഒരു പ്രീമിയം മൗസിന് വേണ്ട ഒരു ക്വാളിറ്റി ഉള്ള കേബിൾ അല്ല ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. കൂടാതെ ഈ മൗസ് വന്നിട്ടുള്ളത് ഇതുപോലെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാരിയിങ് കേസ് കൊണ്ടുകൂടിയാണ്. നല്ല ക്യാരിയിങ് കേസാണ്. നിങ്ങൾക്ക് ഇത് മൗസും അതുപോലെ തന്നെ ഈ ഡോക്കും കൃത്യമായി ഫിറ്റ് ചെയ്യുന്ന, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഉപയോഗിക്കാവുന്ന ഒരു മനോഹരമായ ക്യാരിയിങ് കേസ് ഇതിനോടൊപ്പം ലഭ്യമാണ്. ഇത് കൂടാതെ ഇനി പറയാനുള്ളത് എംജോസിന്റെ K7 V2 Ultra എന്ന ഒരു മോഡലിനെ കുറിച്ചാണ്. ഇത് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആകാറായി എന്ന് തോന്നുന്നു. അവരുടെ പുതിയ V2 വെർഷൻ ഇറങ്ങാറായിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെൻസർ തന്നെയാണ്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള സെൻസർ പിക്സാർട്ടിൻ്റെ POW 3950 Ti ആണ് എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സെൻസറാണത്. എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് ഈ ഒരു മൗസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്കേറ്റാണ്. ഇത് ഒരു നല്ല സ്കേറ്റ് തന്നെയാണ്, ഒരു മോശം സ്കേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതേസമയം ഇവരുടെ മെയിൻ കോമ്പറ്റീറ്ററാണ് ATK. ഇത് ATKയുടെ ഒരു മൗസാണ്. ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഈ മൗസ് പാഡ്, ഈ ഡെസ്ക് മാറ്റ് ഒരു സ്പീഡ് സർഫേസ് മൗസ് പാഡാണ്. ഇങ്ങനെയുള്ള മൗസ് പാഡ് വളരെ സ്മൂത്ത് ആയിട്ടാണ് മൗസ് ഗ്ലൈഡ് ചെയ്യുക. നമുക്കത് നോക്കിയാൽ അതിന് മനസ്സിലാവും. ആ ഒരു സ്മൂത്ത്നെസ് ഇതിൽ കുറവാണ്. എന്തുകൊണ്ടോ ഒരു ചെറിയ കൺട്രോൾ ഫീൽ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ATKയുടെ സ്കേറ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ എംജോസിന്റെ സ്കേറ്റ് വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു കാര്യത്തിൽ എംജോസ് വളരെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വെർഷൻ ഇറങ്ങുമ്പോൾ മികച്ചൊരു സ്കേറ്റ് ഒരു V2 വെർഷനിൽ കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒമറോണിൻ്റെ മെക്കാനിക്കൽ സ്വിച്ചുകളാണ്. മൗസിൽ ഒപ്റ്റിക്കൽ സ്വിച്ചുകളാണ് കൂടുതലും ഒരു പ്രീമിയം
വിഭാഗത്തിലുള്ള മൗസുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനുള്ള കാരണം മിക്ക മെക്കാനിക്കൽ സ്വിച്ചുകളും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വെയർ ആൻഡ് ടിയർ സംഭവിക്കുകയും പിന്നീട് മൗസിൽ ഡബിൾ ക്ലിക്ക് ഇഷ്യൂ സംഭവിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥ ഒഴിവാക്കാനാണ് പല ബ്രാൻഡുകളും ഒപ്റ്റിക്കൽ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത്. ഒമറോണിൻ്റെ തന്നെ ഒപ്റ്റിക്കൽ സ്വിച്ച് വളരെ മികച്ചതാണ്. ഇവർ എംചോസ് ആദ്യം K7 അൾട്ര ഇറങ്ങിയപ്പോൾ 2 മോഡലുകളിൽ എനിക്ക് തോന്നുന്നു അതിലൊന്നാണ് ഈ വൈറ്റ് സിൽവർ വേർഷൻ, പിന്നെ ഒന്ന് ബ്ലാക്ക് ഗോൾഡ് വെർഷനും. ഇത് രണ്ടിലും ഒമറോണിൻ്റെ ഒപ്റ്റിക്കൽ സ്വിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവർ പിന്നീട് അത് മാറ്റി ഒമറോണിൻ്റെ തന്നെ മെക്കാനിക്കൽ സ്വിച്ചുകളിലേക്ക് വന്നു. മെക്കാനിക്കൽ സ്വിച്ചുകളെല്ലാം മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ചില മെക്കാനിക്കൽ സ്വിച്ചുകളൊക്കെ വളരെ മികച്ചാണ്. എൻ്റെ ആദ്യത്തെ ഗെയിമിംഗ് മൗസ് എന്ന് പറയുന്നത് ലോജിടെക്കിൻ്റെ G502 ഹീറോ ആണ്. ഏകദേശം 5 വർഷത്തിൽ മീതെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മൗസിൻ്റെ സ്വിച്ച് ഇതുപോലെ തന്നെ ഒമറോൺ മെക്കാനിക്കൽ സ്വിച്ച് ആയിരുന്നു. ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഒരു തരത്തിലുള്ള ഡബിൾ ക്ലിക്ക് ഇഷ്യോ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ കാരണം വളരെ നല്ല ക്വാളിറ്റിയുള്ള മെക്കാനിക്കൽ സ്വിച്ചാണ് ഒമറോണിൻ്റേത്. ചീപ്പ് മെക്കാനിക്കൽ സ്വിച്ചുകളാണെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കേടാകാം. പക്ഷേ അതുകൊണ്ട് ഒരു ഒപ്റ്റിക്കൽ സ്വിച്ചുകളുടേതായ ഒരു സ്റ്റെബിലിറ്റി കിട്ടണം എന്ന് ഇല്ല എന്നാണ് എപ്പോഴും എൻ്റെ അഭിപ്രായം. ആ ഒരു പ്രശ്നം ഈ മൗസിനുണ്ട്. പിന്നെ മെക്കാനിക്കൽ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഇതിൻ്റെ ടാക്ടൈൽ ഫീഡ്ബാക്ക് ആണ്. ഇതിൻ്റെ സ്വിച്ച് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നല്ല ടാക്ടൈൽ ഫീഡ്ബാക്ക് ഉള്ള സ്വിച്ചുകളാണ് ഇവയിൽ ഉള്ളത്. അതുപോലെ തന്നെ സൈഡ് ബട്ടണൊക്കെ വളരെ മികച്ച സ്പാമബിൾ ആയിട്ടുള്ള സ്ക്രോൾ വീൽ. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് അതുപോലെ പറയുകയാണെങ്കിൽ ഒരു ചെറിയ മൂവ്മെന്റ് നമ്മുടെ ഈ മെയിൻ സ്വിച്ചുകൾക്ക് കാണാൻ സാധിക്കും. വളരെ പ്രശ്നമുള്ളതൊന്നുമല്ല. ഇവിടെ നമ്മുടെ S68 GTയിലേക്ക് വരുമ്പോൾ ഇതെൻ്റെ ആദ്യത്തെ മാഗ്നറ്റിക് കീബോർഡാണ്. പക്ഷേ സ്റ്റിൽ ഐ റിയലി ലവ് ഇറ്റ്. ഇത് സത്യത്തിൽ നല്ല പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഒരു കീബോർഡാണെന്ന് തന്നെ പറയാം. ഇവിടെ മൗസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എംചോസ് കൂടുതലും ഒരു ക്ലോൺ കമ്പനിയാണ്. മറ്റുള്ള മികച്ച ബ്രാൻഡുകളുടെയൊക്കെ ഒരു ക്ലോൺ ഷേപ്പ് അനുകരിച്ച് ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് വൈപ്പർ V3യുടെ ഒരു ക്ലോൺ ആണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ക്ലോണൊന്നുമില്ല. ഇത് ഇവരുടെ സ്വന്തം ഡിസൈൻ തന്നെയാണ്. അതിമനോഹരമായ ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു സൈബർ പങ്ക് സ്റ്റൈലും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ടെക്നിക്കൽ അതല്ലെങ്കിൽ എന്താ പറയുക ഇൻഡസ്ട്രിയൽ സ്റ്റൈലൊക്കെ കൂടിച്ചേർന്ന ഇവിടെ നമുക്ക് ഈ സ്ക്രൂ ഒക്കെ ഇവിടെ പുറത്ത് കാണാം. പക്ഷെ അതൊരു മോശം രീതിയിലല്ല, നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റൈൽ ലുക്ക് ഫീൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്ക് പ്ലേറ്റും ഒക്കെ അതുപോലെ തന്നെയാണ്. അതിമനോഹരമായൊരു ഡിസൈനാണ് ഈ കീബോർഡിനുള്ളത്. വേണമെങ്കിൽ ഈ സ്റ്റൈലിലുള്ള കീബോർഡുകൾ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇതൊരു ഡയറക്റ്റ് എന്താ പറയുക ക്ലോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈവൻ എനിക്ക് തോന്നുന്നു iQnixന്റെ EV63 ആണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഇതുപോലെയുള്ള ഒരു സ്റ്റൈലുണ്ട്. അതിൽ ഏതാണ് ആദ്യം ഇറങ്ങിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ക്ലോൺ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ EV63 ഒരു സ്റ്റൈൽ മാത്രമേ ഈ രീതിയിലുള്ളൂ. അതല്ലാതെ ഒരു ഡയറക്റ്റ് ക്ലോൺ എന്ന് പറയാനുള്ള യാതൊരു ഇവിടെ കാണുന്നില്ല, യാതൊരു ഫീച്ചേഴ്സും കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ഇത് സിൽവർ വേരിയന്റിൽ മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്. സൈബർ വയലറ്റ്, അതുപോലെ ബ്ലാക്ക് ഗോൾഡ്, എയ്റോ സിൽവർ, അതാണ് ഈ സംഭവം. അതുപോലെ ഷാമ്പെയിൻ, ക്രിസ്റ്റൽ പിങ്ക് തുടങ്ങിയ വേർഷനുകളിലും ഇത് അവൈലബിൾ ആണ്. ഇതിൽ ബ്ലാക്ക് ഗോൾഡ് ആണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഡബിൾ ഷോട്ട് PBT കീ ക്യാപ്പ് ആണെന്ന് തോന്നുന്നു. ഷൈൻ ത്രൂ കീ ക്യാപ്പാണ്. ബാക്കി എല്ലാ വേർഷനിലും ഇതുപോലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രോസ്റ്റഡ് കീ ക്യാപ്പാണ്, പോളികാർബണേറ്റ് കീ ക്യാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഒരു വലിയ വ്യത്യാസം. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ കീ ക്യാപ്പ് വളരെ ഇഷ്ടമായി. ഈവൻ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച് RGB ഇൻ ഇറ്റ്. ഞാൻ വളരെ കുറച്ച് RGB മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കീ ക്യാപ്പ്. കാണാവുന്ന പോലെ തന്നെ ഒരു ഫ്രോസ്റ്റഡ് ടച്ചാണുള്ളത്.
സ്പേസ് ബാർ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഫ്രോസ്റ്റഡ് ടച്ച് കൃത്യമായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കീ ക്യാപ്പിനുള്ളത് ഇതിൻ്റെ വൈറ്റ് കളറിലുള്ള ലെജൻഡാണ്. RGB നല്ല ഫുള്ളിലിടുകയാണെങ്കിൽ, ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഇടുകയാണെങ്കിൽ വായിക്കാൻ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ലെജൻഡാണിത് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് കാണാനുള്ളത് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള പ്ലേറ്റ്, PCയുടെ മുകളിലുള്ള പ്ലേറ്റ് ആണെങ്കിൽ കാർബൺ ഫൈബറാണ്. അതും കൂടി വളരെ മനോഹരമായ ഒരു സൈബർ പങ്ക് ഫീച്ചർ ഇതിനുണ്ടാക്കുന്നുണ്ട്, ഒരു സൈബർ പങ്ക് ലുക്ക് ഇതിനുണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ച് മൗണ്ടായുടെ പിങ്ക് മാഗ്നറ്റിക് സ്വിച്ച് GT ആണ്. വളരെ കുറഞ്ഞ സൗണ്ട് മാത്രമേ ഇതിനുള്ളൂ, ഒരു മ്യൂട്ടഡ് സൗണ്ട് പ്രൊഫൈലാണുള്ളത്. മാഗ്നറ്റിക് സ്വിച്ചുകളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് PCBയുമായി ഒരു കണക്ടർ ഇതിനില്ല. അതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടിയർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വളരെ ഈട് നിൽക്കുന്നതാണ്. മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സിഗ്നൽ കൈമാറ്റ രീതിയാണ് ഇതിനുള്ളത്. ഇതിലെ മാഗ്നറ്റിക് സെൻസറുകളാണ് PCBയിലേക്ക് സിഗ്നൽ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പീഡും കോമ്പറ്റീറ്റീവ് ഗെയിമിങ്ങിലൊക്കെ ആണെങ്കിൽ വളരെ മികച്ച പോളിംഗ് റേറ്റ്, അതുപോലെ റാപ്പിഡ് ട്രിഗർ, അതുപോലുള്ള ധാരാളം സെറ്റിങ്സുകൾ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ എംചോസിൻ്റെ ഡ്രൈവറിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്ക് മറ്റുള്ള, നിങ്ങൾക്കിപ്പോൾ ഈ സ്വിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെൻട്രലൈസ്ഡ് മാഗ്നറ്റിക് ഉള്ള മറ്റ് മാഗ്നറ്റിക് സ്വിച്ചുകൾ, സെൻട്രലൈസ്ഡ് സെൻസറുള്ള മറ്റു മാഗ്നറ്റിക് സ്വിച്ചുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഗാൽട്രോണിൻ്റെ ഒക്കെ സ്വിച്ചുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ RGB ആവട്ടെ നോർത്ത് ഫേസ് ആണ്. അത് ചില പ്രശ്നങ്ങളുണ്ടാവും, കാരണം ചില കീ ക്യാപ്പുകൾ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, എസ്പെഷ്യലി ചെറിയ പ്രൊഫൈൽ. ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാർബൺ ഫൈബർ പ്ലേറ്റ് കൂടി ആവുമ്പോൾ ഒരു നല്ല തോക്കി ആയിട്ടുള്ളൊരു സൗണ്ട് ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ക്രീമി സൗണ്ട് അല്ല, നേരെ മറിച്ച് ഒരു തോക്കി സൗണ്ടാണ്. എന്നിരുന്നാലും നല്ല ഒരു സൗണ്ട് ആണ് ഇതിനുള്ളത്. എൻ്റെ സ്പേസ് ബാർ പക്ഷെ അവർക്ക് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്പേസ് ബാറിൻ്റെ സൗണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ കീബോർഡ് ആദ്യത്തെ 16K പോളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കീബോർഡാണ്. പക്ഷേ ആ 16K സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിനോടൊപ്പം വന്നിട്ടുള്ള USB-C കേബിൾ തന്നെ ഉപയോഗിക്കണം. മറ്റുള്ള കേബിളുകൾ, എസ്പെഷ്യലി ഇതുപോലുള്ള കോയിൽഡ് കേബിളുകളൊന്നും, ഏവിയേറ്റർ കേബിളുകളൊന്നും ഇതിൽ 16K സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനത്തെ കേബിളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ 8K വരെ മാത്രമേ പോളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. കൂടാതെ ഇതിൽ ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ 3 പ്രൊഫൈൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഡ്രൈവറിൽ എംചോസിൻ്റെ വെബ് ഡ്രൈവറിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. RT1, RT2, RT3. നമ്മളിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് RT2ലാണ് ഇരിക്കുന്നത്. ഞാനിത് ഓരോന്നിനും വ്യത്യസ്തമായ RGB കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ വ്യത്യസ്തമായി RGB വരെ മാറി വരുന്നത്. RGB മാത്രമല്ല, ഇതിൻ്റെ പെർഫോമൻസും അതുപോലുള്ള റാപ്പിഡ് ട്രിഗർ, SOCD അതുപോലുള്ള ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഓരോ പ്രൊഫൈലിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എംചോസ് AS68 GT ആണെങ്കിൽ 5 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. സൈബർ വയലറ്റ്, ബ്ലാക്ക് ഗോൾഡ്, എയ്റോ സിൽവർ, ഷാമ്പൈൻ, ക്രിസ്റ്റൽ പിങ്ക്. അതിൽ ബ്ലാക്ക് സിൽവർ ഒഴികെയുള്ളതൊക്കെ ഫ്രോസ്റ്റഡ് ട്രാൻസ്പെറൻറ്റ് കീ ക്യാപ്പ് ആണെങ്കിൽ ബ്ലാക്ക് ഗോൾഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഷൈൻ ത്രൂ PBT കീ ക്യാപ്പാണ്.
ഇനി നമുക്ക് എംചോസിന്റെ ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എംചോസിന്റെ ഡ്രൈവർ ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും ക്രോമിയം ബ്രൗസർ തന്നെ ഉപയോഗിക്കണം. ഫയർഫോക്സിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാറില്ല. ആദ്യമായി എംചോസ് ഹബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി പെയർ ആയിട്ടുണ്ടാവില്ല. അതിന് പകരം ന്യൂ ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വരുന്ന ഏതാണോ നമ്മുടെ ഡിവൈസ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കണക്ട് അടിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുക്കീസ് ക്ലിയർ ചെയ്യുന്നവരെ ഇതുപോലെ ആ ഡിവൈസ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് K7 അൾട്ര ഒന്ന് നോക്കാം. K7 അൾട്രയുടെ പ്രത്യേകതകളും സെറ്റിങ്സുകളും ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 ഓൺ ബോർഡ് കൺഫിഗറേഷൻ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൂടാതെ 6 DPI സെറ്റിംഗ് സേവ് ചെയ്യാൻ സാധിക്കും. 42,000 വരെ DPI K7 അൾട്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാക്സിമം ഉപയോഗിക്കുന്ന 3200 മാത്രമാണ്. കൂടാതെ ഇതിലെ RGB എഫക്റ്റ് ഉള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ ആ മാഗ്നറ്റിക് ഡോക്കിലാണ്. അല്ലാതെ മൗസിൽ വേറെ RGB ഒന്നുമില്ല. മാഗ്നറ്റിക് ഡോക്കിലുള്ള RGBകൾ നമുക്ക് പലതരത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ബ്രീത്തിങ്, കളർ സൈക്ലിംഗ്, സ്റ്റാർസ്, വേവ്സ്. പിന്നെ പെർഫോമൻസിലാണെങ്കിൽ നമുക്ക് പോളിംഗ് റേറ്റ് സെറ്റിങ്സ് 8000 ഹെർട്സ് വരെ സെലക്ട് ചെയ്യാം. ഞാൻ മാക്സിമം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് 8000 ഹെർട്സ് വരെ. 8000 ഹെർട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് സിംഗിൾ പ്ലെയർ ഗെയിമിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇതുവരെ മൾട്ടിപ്ലെയർ ഗെയിമുകൾ കളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, സിംഗിൾ പ്ലെയർ ഗെയിമുകളിൽ കൂടുതൽ ഗ്രാഫിക്സ് ഉള്ള AAA ഗെയിമുകളോ അതുമല്ലെങ്കിൽ അൺഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഗെയിമുകളോ ഒക്കെ ആണെങ്കിൽ അത് 8K പോളിംഗ് റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എല്ലാ ഗെയിമിലും സംഭവിക്കണമെന്നില്ല. കാരണം നമ്മുടെ മൗസിലുള്ള പോളിംഗ് റേറ്റ് CPU-ന് ഭയങ്കരമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും 1000 അല്ലെങ്കിൽ 2000 ഹെർട്സിലുള്ള പോളിംഗ് റേറ്റ് മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. പിന്നെ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ്, നമ്മൾ എത്ര വരെ ഉയർത്തുമ്പോഴാണ് സെൻസർ ഓഫ് ആവുന്നത്, അതായത് സെൻസറിന് പിന്നീട് അന്ന മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് സെലക്ട് ചെയ്യുന്നതാണിത്. അത് 2 വരെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. A68 GTയുടെ സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് നോക്കാം. A68 GTയുടെ RGB സെറ്റിംഗ്സുകളിൽ ധാരാളം മോഡുകളുണ്ട്. നിങ്ങൾക്ക് കാണാനുള്ള പോലെ ടൈഡൽ റിതം, സർജിങ് ലൈറ്റ് സ്ട്രൈഡ്, കളർഫുൾ ഫൗണ്ടൻ, ഗാലക്സി റോമിംഗ്, അതുപോലെ പല വിധത്തിലുള്ള സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കും. ബ്രൈറ്റ്നസ് ആണെങ്കിൽ നന്നായി കൂട്ടി കൊടുക്കാം. നല്ല ബ്രൈറ്റ്നസ് ഉള്ള RGB ആണ് ഈ കീബോർഡിലുള്ളത്. അത് കൂടാതെ നമുക്ക് കസ്റ്റം ലൈറ്റുകളും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള ഭാഗങ്ങളിലൊക്കെ ഓരോ പ്രത്യേക ലൈറ്റ് കൊടുത്ത് സെലക്ട് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് അടുത്ത ടാബിൽ ഇതിന്റെ ട്രിഗർ ആണ് സെലക്ട് ചെയ്യുന്നത്. ആക്ച്വേഷൻ ഡിസ്റ്റൻസ്, എത്ര അമർത്തുമ്പോഴാണ് ഒരു കീ രജിസ്റ്റർ ആവേണ്ടത് എന്നുള്ളതാണ് ഇതിലുള്ളത്. ഞാനിത് ഇവിടെ ഈ WASD കീകളിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പരമാവധി കുറച്ചുകൊണ്ട്. നമുക്കത് ഓരോ കീക്കും മാറ്റി വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ആക്ച്വേഷൻ ഡിസ്റ്റൻസ്, അതുപോലെ കിക്ക് ട്രിഗർ, അതുപോലുള്ള സെറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് SOCD പോലുള്ള ഫംഗ്ഷനുകളാണ്. SOCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ട് AD എന്നുള്ള ഈ 2 കീകളെ നോക്കാം. ഇത് മൂവ്മെന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ A എപ്പോഴും ലെഫ്റ്റ് വശത്തേക്കും D റൈറ്റിലേക്കും ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ലിക്ക് ക്യാൻസൽ ആയി പോവുകയാണ് ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരാതെ ഇരിക്കാൻ, അതായത് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ഇൻപുട്ട് പ്രയോറിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ അബ്സല്യൂട്ട് പ്രയോറിറ്റി ഒരു വശത്തേക്ക് മാത്രമായിട്ട്, വേണമെങ്കിൽ കീ 1 അല്ലെങ്കിൽ കീ 2 ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാൻസൽ മോഡ് തന്നെ സെലക്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ പോളിംഗ് റേറ്റ് നമുക്ക് 16K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 16K സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള 3.1 USB കേബിൾ തന്നെ ഉപയോഗിക്കണം. മറ്റുള്ള കേബിളുകൾ സപ്പോർട്ട് ചെയ്യില്ല. അൺലൈക്ക് മൗസ്, കീബോർഡിൽ നമ്മൾ എത്ര പോളിംഗ് റേറ്റ് കൊടുത്താലും അത് ഗെയിമിലെ പെർഫോമൻസിനെ ബാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഹാർഡ്വെയറിന്റെ പെർഫോമൻസിനെ ബാധിക്കില്ല. ഗെയിമിൽ പെർഫോമൻസ് ഉണ്ടാവും, പോളിംഗ് റേറ്റിന്റെ വ്യത്യാസം. അതല്ലാതെ പ്രതികൂലമായി, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രെയിം റേറ്റോ ഒന്നും ഈ പോളിംഗ് റേറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറയില്ല. കാരണം കീബോർഡിലെ 16K എന്ന് പറയുന്ന ഈ പോളിംഗ് റേറ്റ് അതിന്റെ PCBയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്, കൺഫിഗർ ചെയ്യുന്നതും അത് ആക്ടിവേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ കീബോർഡ് തന്നെയാണ്. അതല്ലാതെ നമ്മുടെ CPU-ന് ഭാരം ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് A68 GTയുടെ അല്ലെങ്കിൽ എംചോസിന്റെ ഡ്രൈവറിന്റെ തന്നെ പ്രത്യേകതകൾ. വളരെ നല്ല ഒരു വെബ് ഡ്രൈവറാണിത്. ഇങ്ങനെയുള്ള വെബ് ഡ്രൈവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ഈ വെബ് ഡ്രൈവ് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ ഓരോ കൺഫിഗർ ചെയ്യുന്നത് നമ്മുടെ കീബോർഡിലെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടും.
അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. റേസർ വൈപ്പർ V3 പ്രോയ്ക്ക് അല്ലെങ്കിൽ വൈപ്പർ V4 പ്രോയ്ക്ക് തന്നെ ഒരു അൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മൗസാണ് K7 അൾട്ര. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ സ്കേറ്റ് അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഒരു കോൺസ് ഉണ്ട്. വളരെ കാലം ഞാൻ എൻ്റെ ഡെസ്കിൽ ഇത് നിലനിർത്തും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കില്ല. പക്ഷേ വൈപ്പർ V3യെ അപേക്ഷിച്ച് പകുതി കാശിന് നമുക്ക് ഇത് ഇന്ത്യയിൽ വാങ്ങാൻ കിട്ടും. 8000 രൂപയാണ് ഇതിന് വിലയെങ്കിൽ വൈപ്പർ V3ക്ക് 14 മുതലാണ് വില വരുന്നത്. V4നാവട്ടെ 16 മുതലാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബഡ്ജറ്റ് ഓപ്ഷനാണിത്. ഇനി യു ഡോണ്ട് ലൈക്ക് MCOS, ദർ ഈസ് 80Kയുടെ ബ്ലേസിംഗ് സ്കൈ S1 ഉണ്ട്. അതുപോലെ ഇവിയാഡന്റെ S9 അൾട്ര സീരീസ് ഉണ്ട്. ഇത് കൂടാതെ റോം MH01 Pro ഉണ്ട്, ലെവിയാത്തൻ V4 ഉണ്ട്, V4 ഉണ്ട്. ഇത് കൂടാതെ ഇനി നമുക്ക് കുറച്ചുകൂടി ലോവസ്റ്റ് എൻട്രിയിലേക്ക് പോവുകയാണെങ്കിൽ അറ്റാക്ക് ഷാർക്കിന്റെ X11 ഉണ്ട്. പക്ഷേ അറ്റാക്ക് ഷാർക്ക് S11 ആണെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള PO 3311 സെൻസറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇതിന്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. ബട്ട് ഒരു ലോ കോസ്റ്റ് എൻട്രി എന്ന നിലയ്ക്ക് അതിനെ പറയാം. ഞാൻ ഈ മൗസ് വാങ്ങിച്ചിട്ടുള്ളത് NMPCയിൽ നിന്നാണ്. വളരെ നല്ല സപ്പോർട്ടാണ്, നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടാണ് NMPCയുടേത്. ഇത് അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതല്ല, കാരണം എനിക്ക് ഈ യാതൊരുവിധ സ്പോൺസർഷിപ്പും ഈ വീഡിയോയിലില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊരു പുതിയ ചാനലാണ്. സോ ഐ നെവർ റെസ്പെക്ട് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അതേസമയം A68 GTയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ എൻ്റെ ഫേവറേറ്റ് കീബോർഡാണ്. വളരെ കാലം തന്നെ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ഇത് എൻ്റെ മെയിൻ കീബോർഡായി ഇതേപോലെ ഞാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് എൻട്രി അല്ല. നമ്മുടെ ഈ മൗസിനെ കുറിച്ച് പറഞ്ഞ പോലെ മൗസ് 8K ആണെങ്കിൽ 11ന്റെ പ്രൈസ് വരുന്നത് 13,000 രൂപയാണ്. സോ നമ്മുടെ ഇന്ത്യൻ പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 11 ഒരു പ്രീമിയം എൻട്രിയാണ്. ഇത്രയും കാശ് മുടക്കി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരു ഐക്യുനിസിന്റെ EV63 കൂടി വാങ്ങാൻ സാധിക്കും. ഒരു 3,000 രൂപ കൂടി കൂട്ടുകയാണെങ്കിൽ EV63 കിട്ടും. പക്ഷേ EV63ക്ക് ഒരു പോരായ്മയുണ്ട്. ഇത് ഒരു 65% അല്ലെങ്കിൽ 68% കീബോർഡാണ്. EV63 ആവട്ടെ 60% കീബോർഡാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ റോ അതിലുണ്ടാവില്ല, അതുപോലെ തന്നെ ആരോ കീ ഉണ്ടാവില്ല. ഗെയിം മാത്രം കളിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ എന്നെ പോലെ ടൈപ്പിംഗ് കൂടി ചെയ്യുന്ന ആളുകൾക്ക് തികച്ചും അനുയോജ്യമല്ലാത്തൊരു കീബോർഡ് ആണ് അത് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിയാതിരുന്നത്. എൻ്റെ ഫേവറേറ്റ് സത്യത്തിൽ 75% കീബോർഡുകളാണ്. പിന്നെ MCOS എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ഗുഡ്. മൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലാംസുവിൻ്റെയോ അല്ലെങ്കിൽ WL മൗസിൻ്റെ ഒന്നും ഒരു ക്വാളിറ്റി കൺട്രോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 80K-യെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഈ സ്കേറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് 80K കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. കോട്ടിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നത് 80K-യെക്കാട്ടിലും നല്ല കോട്ടിംഗ് ആണ്. അതുപോലുള്ള മൗസിന്റെ ബട്ടണുകളും ഒക്കെ കൂടുതൽ മികച്ചു നിൽക്കുന്ന ബട്ടണുകളാണ്, ഈവൻ മെക്കാനിക്കൽ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് പോലും. കീബോർഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കീബോർഡ് ശരിക്കും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. ഐ റെക്കമെൻഡ് ഇറ്റ് എനിവൺ. പക്ഷെ പറഞ്ഞതുപോലെ 13,000 രൂപയാണ് ഇതിന് വില. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഈ 68% കീബോർഡ്, അങ്ങനെയാണെങ്കിൽ 75% ആണെങ്കിൽ ഇതേ വിലയ്ക്ക് നമുക്ക് വേറെ കീബോർഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എവർഗ്ലൈഡിന്റെ SU75 Pro, അതുപോലെ ഐറോക്ക് MG75. അത് കീബോർഡുകളൊക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ള കീബോർഡുകൾ തന്നെയാണ്. ഒക്കെ ഫുൾ അലുമിനിയം ആണ്. ഇനി കുറച്ചുകൂടി താഴത്തേക്ക് വരികയാണെങ്കിൽ മെക്കാനിക്കൽ മതി എന്നുള്ളവർക്ക് റെയ്നി 75 പരിഗണിക്കാവുന്നതാണ്. 1,000 രൂപ കൂടി കുറവേ വരുള്ളൂ. ബട്ട് യു നെവർ ഗെറ്റ് മാഗ്നറ്റിക് സ്വിച്ചസ്. റെയ്നി 75ന്റെ മാഗ്നറ്റിക് കീബോർഡ് ഉണ്ട്. ഹോൾ എഫക്റ്റ് കീബോർഡിന് റെയ്നി 75ന്റെ HEക്ക് വില 19,000 രൂപയാണ്. സോ ഞാനതിനെ ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. എന്ന് മാത്രമല്ല അത് ഓവർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. അതുപോലെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിലേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഹോബിയിസ്റ്റ് ചാനലാണ്. ഞാൻ ഒരു PC എന്തൂസിയാസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഗെയിമറുമാണ്. കൂടുതൽ സിംഗിൾ പ്ലെയർ ഗെയിമുകളാണ് ഞാൻ കളിക്കുന്നത്. CRPGകളും RPGകളും ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതുപോലെ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമുകളും കളിക്കാറുണ്ട്. സോ ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.